ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ വന്നേക്കുന്നത് നമുക്കൊരു റിഫ്രഷിങ് ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്. നമ്മുടെ വീട്ടിലുള്ള സിമ്പിൾ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഈ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു പഴമാണ് വേണ്ടത്, പിന്നെ നമുക്ക് ഹണി, പിന്നെ നമുക്ക് കുറച്ച് തൈര്. ഈ 3 സാധനങ്ങൾ മാത്രം വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത് അതിൽ ഒരു പഴം എടുത്തിട്ട് അതിന് കുറച്ച് നമ്മുടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചൊരു കുറച്ചൊരു പഴം എടുത്തിട്ട് അത് നല്ലപോലെ ശരിക്കും ആ പഴം നല്ലപോലെ സ്മാഷ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് മിക്സിയിൽ അടിക്കേണ്ട കാര്യത്തിൽ നമുക്ക് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ചെയ്യാം. അതിലേക്ക് കുറച്ച് തൈരെടുക്കുക. നല്ല തണുത്ത തൈരാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്കതിലോട്ട് നമുക്ക് ഹണിയുടെ ഗുണങ്ങളൊക്കെ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് 3 കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ടോ സ്പൂണ് കൊണ്ടോ നല്ലപോലെ മിക്സ് ചെയ്യാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആകണം. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുക. നമുക്കതൊരു 2 ദിവസത്തേക്കൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്കത് ഈ ഫ്രിഡ്ജ് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സൂത്തനിങ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഒന്ന് ടയേർഡായിട്ടൊക്കെ വരുവാണെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, പ്രത്യേകിച്ചും ഇത് ഞാൻ അതിനാണ് പറഞ്ഞത്, തണുത്ത തൈരൊക്കെ വെച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു എഫക്റ്റ് നമുക്ക് കൂളിംഗ് എഫക്റ്റ് നമുക്ക് ഫേസിൽ ഫീൽ ചെയ്യുന്നതാണ്. ഇതുകൊണ്ട് തന്നെയല്ല, തൈരും ഹണിയൊക്കെ നമ്മുടെ ഫേസിന് ഒത്തിരി നല്ലതാണ്. അപ്പം ഇത് 3 കൂടെ ആകുമ്പോഴത്തേക്ക് അത്രയും ഒരു എഫക്റ്റ് നമുക്ക് ഫേസിൽ കിട്ടും. അപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഞാൻ കുറച്ച് ഹണിയോട് എടുത്തിട്ടുണ്ട്. ഇത് 3 മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്യുക. ഒരു 2-3 പ്രാവശ്യമൊക്കെ 2-3 ലെയറായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇത് ഫേസിൽ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം അത് അത്രത്തോളം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആ ഒരു എഫക്റ്റ്. നല്ല ഒരു ഗ്ലേസിങ്ങും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിട്ട് കാണാം. അപ്പം എല്ലാവരും ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു.